24 ബിഗ് ഇംപാക്ട്. തിരുവനന്തപുരം RCCയിലെ നിയമന ക്രമക്കേടിൽ നടപടിയുമായി ആരോഗ്യവകുപ്പ്. നിലവിലെ റാങ്ക് പട്ടിക റദ്ദാക്കാൻ RCCക്ക് നിർദ്ദേശം നൽകി. ചീഫ് നഴ്സിംഗ് ഓഫീസർ RC ലേഖയ്ക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. ആരോഗ്യവകുപ്പ് നൽകിയ നിർദ്ദേശത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. RCCയിലെ നിയമന ക്രമക്കേട് വിജിലൻസ് അന്വേഷണത്തിന് വിടാനും ആരോഗ്യവകുപ്പിന്റെ ശുപാർശയുണ്ട്. ഈ വാർത്ത പുറത്തു കൊണ്ടത് 24 ആണ്. ബന്ധുക്കളെ തിരികെ കയറ്റി വാർത്തയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത്. RCC ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആർ സ്റ്റാഫ് നഴ്സ് നിയമന പ്രക്രിയയിൽ ആദ്യ അവസാനം വരെ ഇടപെട്ട് ബന്ധു നിയമനം നടത്തിയെന്ന പരാതി പുറത്തു കൊണ്ടുവന്നത് 24. ഈ നിയമന പ്രക്രിയയിൽ മുഴുവൻ അവർ ഭാഗമാക്കായിട്ടുണ്ട്. അതായത് എഴുത്തു പരീക്ഷയിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ അവർ ഭാഗമായിട്ടുണ്ട്. ഇതിന്റെ അഭിമുഖ പരീക്ഷയിൽ ഭാഗമായിട്ടുണ്ട്. ആ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിൽ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ബന്ധുക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം വരുന്നതും ആ പട്ടിക റദ്ദു ചെയ്യണമെന്ന പരാതി നൽകിയിരിക്കുന്നതും. പിന്നാലെ RCC ആഭ്യന്തര അന്വേഷണം നടത്തി ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് നൽകി. നിയമന ക്രമക്കേടിൽ കർശന നടപടികൾ നിർദ്ദേശിച്ച ആരോഗ്യവകുപ്പ് നിലവിലെ റാങ്ക് പട്ടിക റദ്ദാക്കാൻ ആരോഗ്യവകുപ്പ് RCCക്ക് നിർദ്ദേശം നൽകി. ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാനും നിർദ്ദേശം. RCC സർവീസ് ചട്ടം അനുസരിച്ചുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. ആരോഗ്യവകുപ്പ് നിർദ്ദേശത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. അന്തിമ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട 319 പേരെയും ഉൾപ്പെടുത്തി വീണ്ടും പരീക്ഷ നടത്തും. സർക്കാർ അംഗീകരിച്ച RCCക്ക് പുറത്തുള്ള ഏജൻസിയായിരിക്കും പരീക്ഷ നടത്തുക. നിയമന പ്രക്രിയയിൽ ബന്ധു പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കണമെന്ന RCC ചട്ടം ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആർ ലംഘിച്ചുവെന്നത് പകൽ പോലെ വ്യക്തം. ഇതിൽ നിന്നിവർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യവും സംശയിക്കുന്നു. RCCയിലെ നിയമന ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിനാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.